We have issued notices to the respective banks and we have also contacted some financial institutions and we will be... आपको देखने के लिए कोई आया है. Not now, Arijit. No more appointments for today, please. मैडम, it's Rocky. Hi, I am Jimmy Carter. Rocky. I am the CEO of Delver Steel, Texas. സർ, നിങ്ങളെ മാഡം വിളിക്കുന്നു. ഈ സിഇഒ എന്ന് പറഞ്ഞ എന്താ മോനെ? അത് ഈ ബോസുകളുടെ ഒക്കെ ബോസ് സർ. സെയിം. I am also CEO. Oh, wonderful. Which one? India. ഈ ഭൂലോകം എത്ര ചെറുതല്ലേ, വെറും കൈ കൊണ്ടിങ്ങനെ തിരിക്കാം. എൻ്റെ അടുത്തും ഇതുപോലൊന്നുണ്ട്, സ്വർണത്തിന്റെ. അത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡും സ്വർണം, അതിനിടയിലെ ടേബിളും സ്വർണം. ആവശ്യത്തിലധികം സ്വർണം ഉണ്ടോ നിന്റെ അടുത്ത്? ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്ത് കളയാം. വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ? ചേച്ചി അല്ലല്ല, കംപ്ലൈന്റ് തരാൻ വന്നതാ. കംപ്ലൈന്റ്? ആരുടെ കംപ്ലൈന്റ്? എനിക്കെതിരെ. മാഡം, ഞാൻ എന്നെ തിരുത്താൻ തീരുമാനിച്ചു. ഈ നെറികെട്ട ലോകത്ത് എനിക്ക് നീതി തരാൻ നിങ്ങൾക്കേ സാധിക്കൂ, അതാ വന്നത്. ലൈം സ്റ്റോൺ കോർപ്പറേഷന്റെ പേരിൽ KGF-ല് ഇല്ലീഗൽ മൈനിങ് ഞാൻ നടത്തുന്നു. ഒരു ട്രസ്റ്റ് ഉപയോഗിച്ച് മണി ലോണ്ടറിംഗ് നടത്തുന്നു. അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യണം. मैडम, वो कंप्लेंट मत लीजिए मैडम. क्यों? मैडम, समझने की कोशिश कीजिए मैडम, वो कंप्लेंट मत लीजिए आप. ആ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്കും പണം കിട്ടുന്നുണ്ടോ? ആ ഫണ്ടിൽ നിന്ന് അയാൾക്കും പണം കിട്ടുന്നുണ്ട്, എനിക്കും പണം കിട്ടുന്നുണ്ട്. ഒപ്പം നമ്മുടെ പാർട്ടിയിലുള്ള 200 മെമ്പേഴ്സിനും പോകുന്നുണ്ട് മാഡം. I said you know, madam. നെറികെട്ട ലോകം. നിങ്ങളെ നല്ലത് ചെയ്യാനും സമ്മതിക്കില്ല, എന്നെ നല്ലവനാവാനും സമ്മതിക്കില്ല. എന്നെ പോലുള്ളവനെ കാണുമ്പോ തന്നെ തോക്കെടുത്ത് നെറ്റിക്ക് ബുള്ളറ്റ് കയറ്റാൻ തോന്നുന്നില്ലേ? പക്ഷെ നടക്കില്ല. എന്താന്ന് പറയൂ? റൂൾസ്, റെഗുലേഷൻസ്, എലക്ഷൻ, ജനം, ഡെമോഗ്രഫി. ഈ ഡെമോഗ്രഫിയാണ് ഏറ്റവും വലിയ കള്ളം മാഡം. ആർക്ക് വേണം മാഡം ഈ ഡെമോഗ്രഫി? ജനങ്ങൾക്ക് വേണ്ടത് ഖാന, പീന, മകാൻ അല്ലേ സാർ? അതെ സാർ. ചാരായ പാക്കറ്റ് മേടിച്ച് നാട് വെച്ച് തുറക്കുന്നവർ. മാഡം, നിങ്ങൾക്ക് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. എന്നാൽ എനിക്ക് ബൈ ദ പീപ്പിൾ. എന്നെ പോലെയുള്ള ക്രിമിനലുകളെ തീർക്കണമെങ്കിൽ സിസ്റ്റത്തിൽ നിന്നും പുറത്തു വന്ന് എഴുതി വെച്ച നിയമം മറികടന്ന് എന്നെ പോലുള്ള ക്രിമിനലുകളെ പോലെ ചിന്തിച്ചാൽ 2 നിമിഷം. വീട്ടുകളാ, ഞാൻ ഈ കംപ്ലൈന്റ് തിരിച്ചെടുക്കുക. മാഡം, എനിക്ക് വേണ്ടപ്പെട്ട വയസ്സായ ഒരാളുണ്ട്, പാവം മാസ്റ്റർ. അയാൾക്ക് ഇതെന്താ പറയാ, യൂണിയൻ മിനിസ്റ്റർ. സമയം കിട്ടുമ്പോൾ മാഡത്തൊന്ന് ഓർമ്മിച്ചേക്കണേ. അതും കൊടുത്തേക്കണം മാഡം. നമ്മുടെ ഒരാളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ദില്ലി വരെ ഒഴിവാക്കാലോ, മറക്കല്ലേ. അണയാൻ പോകുന്ന തീ നന്നായി ആളിക്കത്തും. കേട്ടിട്ടുണ്ട് നീ നല്ലൊരു ബിസിനസ്മാൻ ആണെന്ന്, അതിലും ബുദ്ധിമാനാണെന്ന്. പക്ഷെ നീ ഒരു ക്രിമിനൽ കൂടിയാണ്. ഒരു ദിവസം നീ വീഴും, നോക്കിക്കോ. അന്ന് നിന്റെ സർവ്വതും ഞാൻ പിടിച്ചെടുത്തിരിക്കും. നിന്റെ പട, നിന്റെ സ്വർണം, നിന്റെ പേര്, നിന്റെ KGF, പിന്നെ നിന്റെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളും. ഇത് വെറും താക്കീതല്ല, എന്റെ വാക്കാണ്.
സാധാരണ ഞാൻ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. തുടങ്ങിയ പിന്നെ ജയിച്ചേ അടങ്ങും. രാഘവൻ സർ, എന്റെ ഒരു ഫോട്ടോ അന്വേഷിച്ച് നടക്കുവാണെന്ന് കേട്ടു. സൂട്ട് നന്നായിട്ടില്ലേ? ഒരു ഫോട്ടോ എടുക്കുന്നോ? See you soon. He is right. Criminals എപ്പോഴും ഒരുപടി മുൻകൂട്ടി ചിന്തിക്കും. Maybe I should get ahead of him.